പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെയാണെങ്കിൽ കമ്മീഷനാണെങ്കിൽ ഐ ജിയോട് ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ സ്റ്റാലിന് വേണ്ടിയാണെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ നിന്ന് പോലീസുകാരുടെ സ്റ്റാലിൻ വന്നില്ലേ, സ്റ്റാലിനെ വിളിച്ച് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാലിനാണ് അങ്ങോട്ട് വരുവാണ്. അപ്പോൾ സ്റ്റാലിനെ കാണുമ്പോൾ കമ്മീഷൻ ചോദിക്കുന്നുണ്ട്, തന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എനിക്കൊന്ന് ഫോൺ എടുത്തുകൂടെ, എവിടെയായെന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും അകത്തിരിക്കുന്നവർക്ക് ഒരു മാനസിക പരിഗണന ഇല്ലാത്തൊരു അകത്തിരിക്കുന്നവർ, അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ കണ്ടും മനസ്സിലാക്കി വേണം ഉത്തരം പറയാനായിട്ട്. ചാടിക്കരുതാൻ സ്വഭാവത്തിന് ഉത്തരം പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞ് അകത്തോട്ട് കളിച്ചില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരാണ് സ്റ്റാലിനെ കുറ്റപ്പെടുത്തി ഒരുപാട് സംസാരിക്കുമ്പോഴാണ് കമ്മീഷനാണ് സ്റ്റാലിന് സപ്പോർട്ടായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നത് കേട്ടോ, ഞാനാണ് തെറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല, എൻ്റെ ഡ്യൂട്ടിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് ചോദിച്ച രീതിയിൽ ഞാൻ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്, അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആക്ഷേപമാണ് എടുക്കാമെന്ന് പറഞ്ഞ് സ്റ്റാലിനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുകയാണ് ഇതിനാസ്പദമായിട്ട് പണ്ട് നടന്ന ഫ്ലാഷ് ബാക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ കമ്മീഷനായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു കൊലപാതകം നടന്നെന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അങ്ങോട്ട് ഓടിയാണ് കമ്മീഷൻ ചെല്ലുകയാണ്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് കേട്ടോ, മരിച്ചതാണെങ്കിൽ പഴയ ഐ ജിയുടെ അനന്തരവന, അതുകൊണ്ട് നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോണിൻ്റെ പേരെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കമ്മീഷനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിൽ അടുത്തുനിന്നാണെങ്കിൽ ഒരു കത്തി കെട്ടിയിട്ടുണ്ട് സാർ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ ഒരു സിഗരറ്റിൻ്റെ ബഡ്ഡും ഉണ്ടെന്ന് പറയാം. വേറെ എന്തെങ്കിലും ചോദിക്കുകയാണ്, വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ആദ്യം ബോഡി കണ്ടത്, അന്നേരം തന്നെയാണെങ്കിൽ സെക്യൂരിറ്റി തൊട്ടടുത്തൊരു ലേഡിയാണ് ബോധം കെട്ടി കിടക്കുന്നതും കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ സെക്യൂരിറ്റിയെ വിളിച്ചിട്ടാണ് സെക്യൂരിറ്റി കൂടുതൽ കാര്യങ്ങളാണ് ചോദിച്ചറിയാൻ പറയാറ് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റിയാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുവാണ്. അതിനാണ് സെക്യൂരിറ്റി ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതുപോലെ ആ ക്ലബ്ബിൽ പോയി അവിടെയും പോയി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, ഇന്നലെ ആണെങ്കിൽ ഈ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ എന്താ നോക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നു. അന്നേരം പെട്ടെന്നാണ് ജാക്കറ്റ് ഇട്ട് ഒരാൾ നടന്നു പോകുന്നത് അങ്ങോട്ട് കണ്ടു. ഞാൻ നോക്കാനായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഇയാളാണെങ്കിൽ ഈ മരിച്ചു കിടക്കുന്ന ആളെ കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ പുറകിലാണെങ്കിൽ ഒരു പെൺകുട്ടിയാണ് ബോധം കെട്ടി കിടക്കുന്നത് കണ്ടതെന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഞാൻ കടന്നു പോയ ആളെ കണ്ടുവെന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ അത് ആരാന്ന് മനസ്സിലായില്ല, ഒരു ജാക്കറ്റ് ഇട്ട ആളാണ്. അപ്പോൾ ഇരുട്ടായതുകൊണ്ടേക്ക് അത്ര കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ടും പത്രക്കാർ വന്നിട്ട് അവിടെ വളഞ്ഞാണ് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം ടൗണിൽ ഒരു റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫ് വന്നിട്ട് അവിടുത്തെ മേഡത്തിനോട് വേണ്ടത്, മേഡത്തിന് തലവേദന ആൾ മരിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ കാര്യം നോക്കാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നതാണ് പോലീസുകാരാണ് നേരെയാണ് ചോദ്യം ചെയ്യാനായിട്ടാണെങ്കിൽ അവിടെ ആ ബോധം കെട്ടി വീണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ഫിദ എന്നട്ട പേര്. അപ്പോൾ അവിടെ ചെന്നാണെങ്കിൽ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഫിദ പറയുന്നുണ്ടോ, ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് വേണ്ടി പോയതായിരുന്നു, പക്ഷേ ഫ്രണ്ട്സ് അകത്തോട്ട് പോയി, ഞാൻ അകത്തൊന്നും പോയില്ല, ഞാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു കാറിനകത്ത്, എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ക്ലബ്ബിൽ പോകാനൊന്നും, ഫ്രണ്ട്സിൻ്റെ നിർബന്ധം കൊണ്ട് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഫോണിലാണ് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അകലെന്നൊരു സൗണ്ട് കേട്ടു. എന്താ നോക്കാൻ വേണ്ടി ആ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ കറണ്ട് പോയപ്പോൾ കയ്യിൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അതിന് മുമ്പിൽ പെട്ടെന്ന് കടന്ന് ആ മരിച്ചു കിടക്കുന്ന ആ പയ്യനെ കാണുന്നത്, അത് കണ്ടുകൊണ്ട് ഞാൻ ഷോക്കായി പോയി. പെട്ടെന്ന് തിരിഞ്ഞ് ഓടാൻ നോക്കുമ്പോൾ മുമ്പിലുണ്ടായിരുന്ന പില്ലറെ കണ്ടില്ല, പില്ലറിൽ പോയി തലയിടിച്ച് എൻ്റെ ബോധം പോയെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആണെങ്കിൽ വന്ന ടീംസ് പോലീസുകാരാണെങ്കിൽ ഫിദിയോടാണ് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല ഒന്നുമില്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഞങ്ങളുടെ ചോദ്യം ചെയ്യലിന് പറഞ്ഞിട്ടാണ് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ പുറത്ത് പോലീസ് ചെക്കിങ്ങിലാണെങ്കിൽ ഒരു പയ്യനെ ആണെങ്കിൽ ജോർജ് എന്ന് പറഞ്ഞൊരു പയ്യനെ ആണെങ്കിൽ പോലീസുകാരാണ് മദ്യപിച്ചതിനാണ് അറസ്റ്റ് ചെയ്ത് നേരെയാണ് കൊണ്ടുവരുന്നുണ്ട് സ്റ്റേഷനിലോട്ട്. സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോൾ അറിയുന്നത് ഈ ജോർജ് ആണെങ്കിൽ സ്റ്റാലിൻ്റെ ബ്രദറാണെന്ന് കേട്ടോ. അപ്പോൾ സ്റ്റാലിൻ്റെ നേരിട്ടുള്ള ബ്രദറല്ല, സ്റ്റാലിൻ്റെ അച്ഛനിൽ വേറൊരു സ്ത്രീയിലുണ്ടായ ആളാട്ടോ. അപ്പോൾ സ്റ്റാലിൻ അങ്ങോട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ കാരണം, എന്താ കേസിന് ചോദിക്കുകയാണ്. മദ്യപിച്ചെന്നോ, എന്നാൽ ഫൈൻ അടിച്ച് പറഞ്ഞിടാൻ പറയാം. അപ്പോൾ അതേക്കും ജോർജ് പറഞ്ഞിട്ട് എനിക്ക് ആരുടെ ഓശാനമൊന്നും വേണ്ട, ഇവിടെ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്കൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതോടെ സ്റ്റാലിനാകെ ദേഷ്യം സമയത്ത് സ്റ്റാലിനാണ് കറക്റ്റ് സമയത്ത് കമ്മീഷണറുടെ ഫോം വരികയാണ്. കമ്മീഷണറെ വരാൻ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴാണ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഈ കേസ് നീ വേണം അന്വേഷിക്കാനായിട്ട്, ഐ ജിയുടെ കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിന്നെ കേസ് ഏൽപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് ടീം മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചാണെങ്കിൽ ഇവരായാലും നിങ്ങളുടെ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ടാണെങ്കിൽ നേരെ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൈം സ്പോട്ടിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ അവിടെ മൊത്തം നോക്കുക, ഈ തന്ന മൊഴി കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റാലിൻ അവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതൊരു കൊലപാതകമാണ് കാര്യം സ്റ്റാലിൻ കൺഫേം ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം സ്റ്റാലിന് ഒരു പ്രത്യേക കഴിവുണ്ട്, ഒരു ക്രൈം സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചെന്ന് സ്റ്റാലിൻ ഒന്ന് തിങ്ക് ചെയ്ത് അസ്യൂം ചെയ്യുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ തന്നെ സ്റ്റാലിന് മനസ്സിലായി ഫിദ പറഞ്ഞ മൊഴി പറഞ്ഞ പോലെ അല്ല, ഫിദ കാറിൽ ഇരിക്കുകയല്ല ചെയ്തത്, ഫിദ എന്തൊക്കെയായാലും ക്ലബ്ബിൽ പോയിട്ടുണ്ട്, അവിടെ വെച്ച് ജോണിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരാണെങ്കിൽ പ്രൈവസിക്ക് വേണ്ടി 2 പേര് ഈ ഒരു ബേസ്മെൻറ്റിലോട്ട് വന്നിട്ടുമുണ്ട്, ബേസ്മെൻറ്റ് വെച്ചാണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യം ഉറപ്പായിട്ട് സ്റ്റാലിൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഫിദ പറഞ്ഞാൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ടെന്നൊക്കെ മനസ്സിലാവുകയാണ്. ഉടൻ തന്നെയാണെങ്കിൽ ഫിദ തന്നെ മൊഴിയാണ് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കുവാണ്. ആ മൊഴി കാണുമ്പോൾ തന്നെ സ്റ്റാലിന് മനസ്സിലായി എന്തൊക്കെയോ ഫിദ മറച്ചു വെച്ച ഈ മൊഴി തന്നെ. അതുകൊണ്ട് ഫിദേനെ പോയി ഒന്നും കൂടെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റാലിൻ്റെ ടീം നേരെ ഫിദയുടെ വീട്ടിൽ ചെല്ലും.
ചെല്ലുവാണ്. കാര്യങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ ഫിദയ്ക്കാണ് നിവൃത്തിയില്ലാതെയാണെങ്കിൽ എല്ലാ സത്യവും തുറന്നു പറയുകയാണ്. അപ്പോൾ സത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ സ്റ്റാലിനാണ് ചിന്തിച്ച അതേ കാര്യം തന്നെയാണ് ഫിദ പറയുന്നത്. അതോടെ സ്റ്റാലിന് ഒരു കാര്യം ഉറപ്പാവും, എന്തൊക്കെയാലും ഈ കൊലപാതകത്തിലാണെങ്കിൽ ഫിദയ്ക്കാണെങ്കിൽ ഒരു ബന്ധവുമില്ല. അതുപോലെ തന്നെയാണെങ്കിൽ ഈ കൊലപാതകം നടത്തിയേക്കുന്ന ഒരു സ്ത്രീയാണുള്ള കാര്യമാണ് ടീം മെമ്പേഴ്സിനോട് ഉറപ്പിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സാർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ തെളിവായിട്ട് ക്രൈം സ്പോട്ടിൽ നിന്നാണെങ്കിൽ ഒരു സിഗരറ്റ് ബഡ് കിട്ടിയില്ലേ, അതിനകത്താണെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ അംശമുണ്ട്. അപ്പം തന്നെ അത് സ്ത്രീ ഉപയോഗിക്കാനാവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ജോണിൻ്റെ പാസ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കണം. ജോൺ ഏതിനു മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എവിടെയാണ് താമസിച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ടീം മെമ്പേഴ്സിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, സാറേ ഈ ജോണിനെതിരെ ആണെങ്കിൽ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്, രാധിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് കേസ് കൊടുത്തതെന്ന് പറയുകയാണ്. ഉടൻ തന്നെയാണ് രാധിക കാണാനായിട്ടാണെങ്കിൽ ഇവർ ചെന്നാണ് രാധികയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് രാധിക പറയുന്നത് കേട്ടോ, ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് വെച്ചാണെങ്കിൽ ജോണിൻ്റെ ഫ്രണ്ട് കിരണും അവർ തമ്മിൽ പ്രശ്നമുണ്ടായി. അതോ പെണ്ണെ ചൊല്ലിയാണ് തർക്കം. ആ തർക്കത്തിനിടയ്ക്കാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലെ പല സാധനങ്ങളും നശിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനെതിരെ ഞാൻ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ്. പിന്നെ അവർ എന്നെ നഷ്ടപരിഹാരം നിന്നുകൊണ്ട് ഞാൻ ആ കേസ് പിൻവലിച്ചു എന്നും പറയാം കേട്ടോ. തനിക്ക് അവരോട് വേറെ വ്യക്തിപരമൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരാണെങ്കിൽ ജോണിൻ്റെ വീട് എവിടെയാണ് കണ്ടുപിടിച്ചുകൊണ്ട് ജോണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്ന് വാതിലെ മുട്ടുമ്പോഴാണ് വാലൊക്കെ പൂട്ടിയിട്ടേക്കോ കേട്ടോ. അപ്പോൾ സ്റ്റാലിനാണെങ്കിൽ കൂടെയുള്ള ആളോട് അയൽവക്കത്ത് പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് സ്റ്റാലിനാണെങ്കിൽ ആ വാതിലാണ് ചവിട്ടി പൊളിച്ച് അകത്തോട്ട് കയറുവാണ്. അകത്തോട്ട് കയറി തന്നെ സ്റ്റാലിന് മനസ്സിലാവുന്നുണ്ട് ഇവർ ഡ്രഗ്സ് അധികമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതുപോലെ ഫ്രണ്ട്സുമായിട്ട് അവിടെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അസ്യൂം ചെയ്തുകൊണ്ടേക്ക് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അവിടെയാണ് ലെറ്റർ ബോക്സിനകത്ത് ലെറ്റർ ഇടക്കുന്നത് കാണുവാണ്. അപ്പോൾ അത് പോയി ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തീയിൽ എഴുതിയൊരു വാക്യമാണെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കാണെങ്കിൽ നിന്നെ കല്ല് തീരുവോളം കുത്തി കുത്തി കൊല്ലണം ജോൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെയാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ മനസ്സിലാവുക ഇത് പഴയ ക്യാമറയിലെടുത്ത ഫോട്ടോയാണ്. പിന്നെ നമ്മൾ കാണുകയാണെങ്കിൽ സിറ്റിയിലാണെങ്കിൽ ശ്രദ്ധാനും സെൽവി എന്നും പേരുള്ള രണ്ടുപേർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയാണെങ്കിൽ ഒരു റിപ്പോർട്ടറാണ്, സെൽവി ആണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറും കേട്ടോ. അപ്പോൾ ശ്രദ്ധയാണെങ്കിൽ ഈ ജോണിൻ്റെ കേസാണെങ്കിൽ കൂടുതലായിട്ടൊന്ന് ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കുകയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ കിരണെ അന്വേഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കിരണായിരിക്കും മിക്കവാറും ജോണിനെ കൊന്നെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്ത രീതിയിലാണെങ്കിൽ ഒരു ബോഡി ആണെങ്കിൽ കെട്ടിത്തൂക്കിയിട്ട് കാണുവാണ്. ഇത് കാണുന്നതോടെയാണെങ്കിൽ ഇവരൊക്കെ കിരണിനെ അന്വേഷിക്കുന്ന കിരണിൻ്റെ ആ ഒരു ബോഡിയായിട്ട് ഒരു സാമ്യം തോന്നുന്നതോടെ തന്നെ സ്റ്റാലിനെ വിളിച്ച് വിവരം അറിയിക്കണം. സ്റ്റാലിനാണെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിൽ ആ ബോഡി കിടന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെയാണെങ്കിൽ ആ ബോഡിയുടെ താഴെ ആ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നാണെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ ബോഡി നോക്കാനും ഇതൊക്കെയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് അങ്ങോട്ടാണ് ശ്രദ്ധ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ആ ബോഡി കണ്ടെടുത്ത് കുറച്ച് രൂപ വെള്ളം കിട്ടിയല്ലോ. അപ്പോൾ ആ വെള്ളം ഒരു എന്തെങ്കിലും ഒരു ക്ലൂ ആണോ സംശയം അവർക്ക് തോന്നുവാണ്. അപ്പോൾ സ്റ്റാലിന് സംശയം തോന്നി, ഇതെന്തായാലും ഒരു സൂയിസൈഡായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു കൊലപാതകമാണ് സംശയം കൂടുതൽ ഒന്നും കൂടെ വ്യക്തമാവുകയാണ്. കാരണം കിരണ് അതുപോലെ തന്നെ ഒരാൾ കൊന്നതാവാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് സ്റ്റാലിനാണ് തന്നെ ടീം മെമ്പേഴ്സിനോട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ കിട്ടിയ വെള്ളം അതൊരു ക്ലൂ അയക്കുമെന്ന് പറഞ്ഞാൽ വെള്ളം പരിശോധനയ്ക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെയാണെങ്കിൽ രാധികയുടെ അടുത്താണെങ്കിൽ ശ്രദ്ധ ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കേസ് കൊടുത്ത രാധിക എന്നറിഞ്ഞുകൊണ്ട് ശ്രദ്ധ സെൽവിനെ കൂട്ടി ചെന്ന് രാധികയുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. രാധികയ്ക്ക് ഒന്നും പറയാൻ താല്പര്യമില്ല, അവിടെ നിന്ന് എണീറ്റ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ ആലിനാണെങ്കിൽ വീണ്ടുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ തൻ്റെ ടീം മെമ്പേഴ്സ് ഒന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് ജോണിൻ്റെ കേസ് കിട്ടിയതാണെങ്കിൽ ക്രൈം സ്പോട്ടിൽ നിന്ന് കിട്ടിയത് ഒരു കത്തിയാണ്. ഇപ്പോഴത്തെ മറ്റേ കിരണായിരിക്കും കൊന്നത് ചോദിച്ചു, കിരണിൻ്റെ അതേ സ്പോട്ടിൽ നിന്ന് നമുക്കൊരു കുപ്പി വെള്ളവും കിട്ടി. ഇത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തോ ഒരു കാര്യം മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ എന്തോ മിസ്സായ കാര്യം ഒന്നും കൂടെ തന്നെ അന്വേഷിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അതേ സമയത്താണെങ്കിൽ ഈ CCTV കിട്ടുന്നുണ്ട്. CCTV നോക്കുമ്പോൾ ആണെങ്കിൽ ഒരു വണ്ടി ആണെങ്കിൽ ആ സമയത്താണെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഈ കിരണിൻ്റെ മർഡർ നടന്ന അവിടെ. അപ്പോൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആണെങ്കിൽ ഇതാണെങ്കിൽ കിരണിൻ്റെ വീട്ടിലെ തന്നെ വണ്ടി കേട്ടോ. അപ്പോൾ അതന്വേഷിച്ചാണ് നേരെ കിരണിൻ്റെ വീട്ടിൽ ചെല്ലുവാണ്. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആണെങ്കിൽ മനസ്സിലാവുകയാണ്, ഒരു കാര്യം മനസ്സിലാവുകയാണ്, അത് വണ്ടി എന്ന് പറഞ്ഞാൽ അത് കിരണ ഓടിക്കാറുള്ളൂ, അല്ലെങ്കിൽ കിരണിൻ്റെ സഹോദരി ഓടിക്കാറുള്ളൂ. സഹോദരിയാണെങ്കിൽ കിരണിൻ്റെ മരണം അറിഞ്ഞ് UK നിന്ന് വന്നേ ഉള്ളൂ എന്ന് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവുക കേട്ടോ. അതോടെ ആണെങ്കിൽ ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്താണ് ആ വണ്ടിയും കൊണ്ട് പോയി കിരണിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണെങ്കിൽ ആ വീട്ടിലേക്കാണെങ്കിൽ നമ്മുടെ
ജോൺ മരിച്ചപ്പോൾ പോസ്റ്റ് വന്നില്ല, അതുപോലെ തന്നെ പോസ്റ്റ് വരുവാണ്. അപ്പോൾ അത് നോക്കുമ്പോഴാണെങ്കിൽ അതിനകത്ത് ഒരു ഫോട്ടോയാട്ടോ. ആ ഫോട്ടോയ്ക്കകത്ത് ഭിത്തിയിൽ ഫോട്ടോ എടുത്ത് അയച്ചേക്കുന്നതാണ്. അതിനകത്ത് എഴുതിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ജോണിനെ കൊന്നു കഴിഞ്ഞിട്ട് നിന്നെ കൊല്ലുള്ളൂ കേട്ടോ. അതും കൂടെ കാണുന്നതോടെയാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക കേട്ടോ, ഈ നടന്നേക്കുന്ന എല്ലാം കൊലപാതകമാണ്. ഇത് മാത്രമല്ല ഇതൊരു സീരിയൽ കില്ലർ ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക കേട്ടോ. പിന്നെ സ്റ്റാലിനാണെങ്കിൽ ആ ഒരു കേസ് ഹിസ്റ്ററി നോക്കുന്നതോടെ ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, ഈ കൊലപാതകം നടന്നതൊക്കെ സാറ്റർഡേയിലാണ് നടന്നേക്കുന്നത്, ശനിയാഴ്ച ദിവസം നടന്നേക്കുന്നതിന് ടീം മെമ്പേഴ്സിനോട് പറയുകയാണ്. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച നമ്മളൊന്ന് സൂക്ഷിക്കണം. അടുത്ത ശനിയാഴ്ച എന്തെങ്കിലും ഒരു അപകടം എവിടെയെങ്കിലും സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അവർക്കാണ് CCTV ഫുറ്റേജും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടോ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്ത ആളുടെ അത് അന്വേഷിച്ച് അവരവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ഒരു സ്ത്രീ അത് പോസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. ഇന്ന് ശനിയാഴ്ച ഉറപ്പായിട്ടും ആ കില്ലർ അടുത്ത അരേനെ തേടി ഇറങ്ങാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെക്കിങ് ഇന്ന് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. എവിടെ എന്ത് കാര്യമാണ് നമ്മളപ്പോൾ അറിഞ്ഞിരിക്കണം, ഒന്നും മിസ്സാവാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ ഈ കില്ലറാണെങ്കിൽ അടുത്ത അരയെ തേടിക്കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ ആളുടെ പേരെന്ന് പറഞ്ഞാൽ ദീപക്കാണ്. ദീപക്കാണെങ്കിൽ MLAയുടെ മകനാട്ടോ. അപ്പോൾ ആ സമയത്താണ് ദീപക്കിൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ അങ്ങോട്ട് വരുവാണ്. ദീപക്കാണ് ഡ്രഗ്സിന് അഡിക്റ്റ് ആട്ടോ. അപ്പോൾ ദീപക്കിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുന്നുണ്ട് ഇതാണെങ്കിൽ കോടികളുടെ മുതല ബ്രോ, നമുക്ക് എങ്ങനെ ഇങ്ങനെ സാധനം ഒന്ന് കിടത്തണം, പുറത്ത് ഭയങ്കര പോലീസ് ചെക്ക്, താൻ പിന്നെ MLAയുടെ മകനല്ല, തൻ്റെ കാർ ചെക്ക് ചെയ്യാനായിട്ട് ഈ സ്റ്റേറ്റിൽ ആരാ ഉള്ളത്, ഒരു പോലീസുകാരൻ പോയില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ടാണെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് ദീപക്കാണെങ്കിൽ നേരെ അങ്ങോട്ട് പോവുകയാണ്. പോണ വഴിക്കാണെങ്കിൽ പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ ദീപക്ക് കാർ നിർത്തുന്നില്ല കേട്ടോ, കാർ വെട്ടിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് സാറേ അത് MLAയുടെ മകനാണെന്ന് പറയാം. ഏത് MLAയുടെ മകനായാലും ശരി അവനെ പിടിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ SI ആണെങ്കിലും വണ്ടി എടുത്ത് നേരെയാണെങ്കിലും ഇവൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ കില്ലറാണെങ്കിൽ ദീപക്കിനെ ഫോളോ ചെയ്ത് നേരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോലീസുകാരാണ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആണെങ്കിൽ കാർ ഉപേക്ഷിക്കപ്പെട്ട നില കാണുവാണ്. കാറ് പരിശോധിക്കുമ്പോഴാണ് കാറിന് അന്ന് കോടികളുടെ വിലയുള്ള ഡ്രഗ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ദീപക്കാണെങ്കിൽ മിക്കവാറും ഈ കാർ ഉപേക്ഷിച്ചിട്ട് കളന്ന് കളഞ്ഞാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കില്ലറാണെങ്കിൽ ദീപക്കിനെ ആണെങ്കിൽ അവിടെയാണെങ്കിൽ പിടിച്ചാണ് കെട്ടിയിട്ടേക്കുവാണ്, വായൊക്കെ പൊത്തി പിടിച്ചാൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ ആ SI നേരെയാണ് ദീപകിൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് MLAയോട് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ മകനെയാണ് കോടികളുടെ ഡ്രഗ്സുമായിട്ടാണ് പിടിച്ചേക്കുന്നത്, അവനാണ് കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയോ ചെയ്തത്, എന്തായാലും അവൻ ഇവിടെ ഉണ്ടോ ഞങ്ങൾ നോക്കാൻ വന്നത്, അവനെ ഞങ്ങൾ പൂട്ടിരിക്കുന്നു പറയുകയാണ്. അത്രയൊക്കെ ആണത്തോണ്ട് നീ പൂട്ടറാണ് MLA ആണെങ്കിൽ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ SI ആണ് ആകെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയം സ്റ്റാലിനും ടീമും ആണെങ്കിൽ വീണ്ടും CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. എന്നാൽ നേരത്തെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തോ ഒരു കാര്യം മിസ്സായിട്ടുണ്ടെന്നൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കട്ടെ. പിന്നെ കാണുന്ന പിറ്റേ ദിവസമാണെങ്കിൽ സ്റ്റാലിൻ്റെ വീട്ടിൽ സ്റ്റാലിൻ്റെ അമ്മച്ചിയും അതുപോലെ സഹോദരിയും പള്ളി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന കൊന്ത സ്റ്റാലിൻ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് സ്റ്റാലിനാണ് ഓർമ്മ വരുവാണ്, അന്നാണ് ഞാൻ ക്രൈം സ്പോട്ടിന് ജോൺ മരിച്ചപ്പോൾ ഒരു കൊന്ത കിട്ടിയായിരുന്നു, ആ കൊന്ത അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന കൊന്ത ഒരേപോലെ കേട്ടോ. അപ്പോൾ തന്നെ അമ്മച്ചിയോട് ചോദിക്കുകയാണ്, അമ്മച്ചി ഈ കൊന്ത എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഏട്ടാ അത് നമ്മുടെ സെൻറ്റ് ജോസഫ് ചർച്ചില്ലേ അതിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഒരു കൊന്ത വിൽക്കുന്ന ആളുണ്ട്, ആൾ സ്വയം കൊണ്ട് കൊത്തിയ കൊന്നു കൊടുക്കുന്നത് പറയാം. അത് കേൾക്കുന്നതോടെയാണ് അങ്ങോട്ട് സ്റ്റാലിനും ടീമും ഓടി ചെല്ലുവാണ്. ചെന്നിട്ടാണ് ഈ കൊന്ത കാണിക്കുമ്പോൾ പറഞ്ഞത് ഇത് ഞാൻ കൊടുത്ത കൊന്തയാണ്, ഞാൻ ഉണ്ടാക്കി കൊടുത്ത കൊന്തയാണെന്ന് പറയാം കേട്ടോ. അപ്പം തന്നെ സ്റ്റാലിനൊരു കാര്യം മനസ്സിലാവുകയാണ്, ഈ ഒരു ക്ലൂ അത് നേരത്തെ തന്നെ അന്ന് അവിടെ ജോൺ മരിച്ചപ്പോൾ തന്നെ ജോണിൻ്റെ അടുത്ത് നിന്ന് ഈ കൊന്ത കിട്ടിയതാണ്. ആ കൊന്തയുടെ ക്ലൂ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജോസഫ് ചർച്ച് അവിടെ വെച്ചാണ് കിരൺ മരണപ്പെട്ടേക്കുന്നത്, കിരണെ കൊന്നേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലൂ അതെന്തൊക്കെയാണ്, ആ കിട്ടിയേക്കുന്ന വെള്ളമാണ്, ആ ബോട്ടിലും വെള്ളമാണ് ആ ഒരു ക്ലൂ. അത് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടിയേ പറ്റുള്ളൂ, എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പെട്ടെന്ന് പറയുകയാണ്. പിന്നെ കാണാൻ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട് അതാണ് ഇവിടെയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു പുഴയിലെ വെള്ളം എന്ന് പറയുകയാണ്. ആണോ എന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ പോയി പരിശോധിച്ചേക്കണം, കാരണം മിക്കവാറും ആ കില്ലർ കൊന്ന ഒരാളുടെ ബോഡി അവിടെ താത്താനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാലിനും ടീമും അവിടെ ചെന്നിട്ടാണെങ്കിൽ ഫുള്ള് പരിശോധിക്കുകയാണ്. പരിശോധിച്ച് കഴിയുമ്പോൾ ആണെങ്കിൽ ആ വെള്ളത്തിന് അടിയിൽ നിന്നാണെങ്കിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുവാണ്. ആ ഡെഡ് ബോഡി തുറന്നു നോക്കുമ്പോൾ തന്നെ അത് ദീപക്കിൻ്റെ ബോഡി കേട്ടോ. ഇവർ കണ്ടിട്ടാണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കുവാണ്. അപ്പോഴാണ് ദീപക്കിൻ്റെ ബോഡിക്ക് അകത്തുനിന്നാണെങ്കിൽ ഒരു റെഡ് ടോയ് കാറാണെങ്കിൽ ഈ സ്റ്റാലിന് കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ സ്റ്റാലിന് മനസ്സിലാവുക അത് അടുത്ത ഒരു ക്രൈം നടക്കാനുള്ള ക്ലൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധയാണ് അങ്ങോട്ട് വന്നിട്ട് സ്റ്റാലിനോട് കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചാണ് സ്റ്റാലിനെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാലിനാണ് മാറി നിൽക്കുന്നത് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാലിനാണ് ടീം മെമ്പേഴ്സിനോട് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും നമുക്ക് കിട്ടിയ ആ ടോയ് കാർ ഉണ്ടല്ലോ അത് അടുത്ത ഇതിലോട്ടുള്ള ക്ലൂവാണ്. അപ്പോൾ അതേ സമയത്താണെങ്കിൽ ടീം മെമ്പേഴ്സിൽ ഒരാളാണ് ലെറ്ററുമായിട്ട് വരുവാണ്. വീണ്ടും അവർക്ക് കിട്ടിയ പോസ്റ്റ് ലെറ്റർ അതിനകത്ത് എഴുതിയേക്കുന്നത് ജോണിനും കിരണിനും കൂട്ടായിട്ട് ദീപക് നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കുമെന്ന് എഴുതിയേക്കുന്നത് പറയുകയാണ്. അപ്പോൾ അത് കാണുന്നതോടെയാണെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒരാൾ പറയുന്നുണ്ടോ ഇതും കൊണ്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞ് കാണില്ലെന്ന് ചോദിക്കുകയാണ്. ഇല്ല കഴിയാൻ ഒരു ചാൻസും ഇല്ല, തനിക്ക് ഓർമ്മയില്ല ആ ഡെഡ് ബോഡിയിൽ നിന്ന് ഒരു ടോയ് കാർ കിട്ടിയത് അതാണെങ്കിൽ അടുത്ത ഒരു ക്രൈം സീനിലേക്കുള്ള സൂചന നമുക്ക് തരുന്നത്, അത് എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്.
അപ്പോൾ ആ സമയത്താണെങ്കിൽ ടീം മെമ്പേഴ്സിൽ വേറൊരാൾ വന്നിട്ടാണ് പറയുന്നത് കേട്ടോ, സാർ അന്നേ ദിവസമാണെങ്കിൽ നമ്മുടെ ചെക്കിങ്ങിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ദീപക്കിൻ്റെ കാറായും കൂടെ പാസ് ചെയ്ത് പോയായിരുന്നു. അന്ന് പോലീസുകാർ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തായിരുന്നു, ഈ ദീപക്കിൻ്റെ കാറിന് അതേ സ്പീഡിൽ തന്നെ ഒരു ബൈക്കിലാണെങ്കിൽ ഒരു ബ്ലാക്ക് ജാക്കറ്റിട്ട് ഒരാളാണ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർക്കാണെങ്കിൽ അത് മിസ്സായി എന്ന് പറയുകയാണ്. എന്തായാലും നമുക്കതൊന്ന് അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിനാണെങ്കിൽ ആ CCTV ഫുട്ടേജ് നോക്കിയാണ് പോണ വഴിക്കാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം സത്യമാണുള്ള കാര്യം മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ടാണെങ്കിൽ ആ ഒരു ജാക്കറ്റ് ഇട്ട ആളെ മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ആരാന്നുള്ള കാര്യം അപ്പോൾ തന്നെ സ്റ്റാലിന് മനസ്സിലാവുകയാണ്. സ്റ്റാലിന് അന്വേഷിച്ച് നേരെ ഇന്ന് രാധികയുടെ അടുത്തോട്ട്. അപ്പോൾ രാധികനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ രാധിക പറയുന്നുണ്ട് കേട്ടോ, ഞാനാണെങ്കിൽ ദീപകിനെ കൊല്ലാൻ പോയെന്ന കാര്യം സത്യം തന്നെയാണ്, പക്ഷേ മറ്റുള്ള രണ്ടുപേരെയും കൊന്ന് അത് ഞാനല്ല എന്ന് പറയുകയാണ്. പിന്നെ പക്ഷേ ഒരു കാര്യമുണ്ട്, പക്ഷേ എനിക്ക് ദീപകിനെ കൊല്ലാൻ സാധിച്ചില്ല. അന്ന് കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ പോയത്, വേറെ ഒന്നും കൊണ്ടല്ല. അവനാണെങ്കിൽ എൻ്റെ അനിയത്തിയെ ഡ്രഗ്സ് കൊടുത്ത് വശത്താക്കിയിട്ട് അവസാനമാണെങ്കിൽ അവളെ ആണെങ്കിൽ ഡ്രഗ്സിന് അടിമയാക്കി കളഞ്ഞു. എന്നിട്ടാണ് വയസ്സായിട്ട് ഉപേക്ഷിച്ചു, ഒരു വണ്ടി ഇടിച്ച് അവൾ മരിക്കുകയൊക്കെ ചെയ്തു. എല്ലാത്തിനും കാരണം അവനാണ്. അതുകൊണ്ട് ഒരുപാട് പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കൊല്ലാൻ പോയെന്ന് പറയാം. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. അന്ന് അവനെ ഫോളോ ചെയ്യുന്നിടയ്ക്ക് പെട്ടെന്ന് ഒരു വണ്ടി വന്നപ്പോൾ എൻ്റെ വണ്ടി സ്കിഡായി ഞാൻ മറിഞ്ഞു വീണെന്ന് പറയുകയാണ്. പിന്നെ ആണെങ്കിൽ ഇതിന് പിന്നിൽ രാധിക അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ എന്നുള്ള ചിന്തയായിട്ടോ. ആ കൂടെ തന്നെ ഇനി അടുത്ത ക്രൈം സ്പോട്ട് അതൊരു കാറാണെന്നുള്ള കാര്യം മനസ്സിലായി. ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാലിനാണ് പ്രഷർ കൂടി വരും, ഓരോരുത്തരും ഇങ്ങനെ മരിക്കും. ഇപ്പോൾ തന്നെ 3 പേര് മരിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി 4ാമത് മരണം കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാലിന് ചിന്തിക്കാവുന്ന അപ്പുറമാണ്. ഇപ്പോൾ സ്റ്റാലിനായിട്ട് ടീം മെമ്പേഴ്സിനോടാണെങ്കിൽ വീണ്ടും കിട്ടി തെളിവുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും നമുക്ക് മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പരിശോധിക്കുന്ന ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ദീപക്കിൻ്റെ ലാപ്ടോപ്പ് കിട്ടുവാണ്. ദീപക്കിൻ്റെ ലാപ്ടോപ്പിന് ഒരു വീഡിയോ ആണ് റിക്കവർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ വന്ന് ടീം മെമ്പേഴ്സാണ് സ്റ്റാലിനോട് പറയുകയാണ്. ഉടൻ തന്നെ സ്റ്റാലിനാണെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ ചിന്നക്കനാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണെങ്കിൽ ഒരു റേപ്പ് നടന്നുണ്ട്. അപ്പോൾ റേപ്പ് എന്ന് പറഞ്ഞാൽ തലയിൽ കൂടെ ഒരു ചാക്ക് ഇട്ടിട്ടാണ് ഒരു പെൺകുട്ടിയാണെങ്കിൽ 3-4 പിള്ളേർ കൂടി റേപ്പ് ചെയ്ത്. അതിനകത്താണെങ്കിൽ ഈ ജോണും ഉണ്ട്, കിരണും ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പം മരണപ്പെട്ട ദീപക്കും ഉണ്ട് കേട്ടോ. ഇവരെല്ലാം ഒരുമിച്ച് പഠിച്ചാന്ന് മനസ്സിലാവുകയാണ്. അതോടെ ഈ ചിന്നക്കനാലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സ്റ്റാലിൻ ടീം നേരെ ചിന്നക്കനാലിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പഠിച്ച സ്കൂളിൽ ചെല്ലുക. അവർ സ്കൂളിൽ ചെന്നിട്ടാണെങ്കിൽ പ്രിൻസിപ്പലിനോട് കാര്യങ്ങൾ തിരക്കുമ്പോഴാണെങ്കിൽ പ്രിൻസിപ്പലുടെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഡീറ്റെയിൽസ് പിള്ളേരുടെ ഈ വർഷം പഠിച്ച ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്റ്റാലിനും ടീമും ചെക്ക് ചെയ്യുകയാണ്. അതോടെയാണെങ്കിൽ ആ വീഡിയോയിൽ കണ്ട 4ാമത്തെ ആളുടെ പേര് അൽത്താഫ് എന്ന് മനസ്സിലാവും കേട്ടോ. അൽത്താഫ് ഇപ്പോൾ എവിടെയാണ് എന്താണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേപ്പ് ചെയ്ത പെൺകുട്ടിയുടെ പേര് കല്യാണി എന്നാണ്. അപ്പോൾ കല്യാണിക്കാണ് തലയിൽ കൂടെ ചാക്കിട്ട് റേപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആരാ റേപ്പ് ചെയ്യുന്ന കല്യാണിക്ക് ഇതുവരെ തിരിച്ചറിയാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കല്യാണി അന്വേഷിച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റാലിനും ടീമും നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്ന് കല്യാണിയുടെ അച്ഛനോടാണെങ്കിൽ കാര്യങ്ങൾ തിരക്കുമ്പോഴാണെങ്കിൽ കല്യാണി അച്ഛൻ പറയുന്നത് കേട്ടോ, കല്യാണി എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അന്ന് ആ റേപ്പ് നടന്നേ പിന്നെ ഈ നാട്ടിൽ അവൾക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അവൾ ആരോടും പറയാതെ ഒരു ലെറ്റർ എഴുതി വെച്ച് ഇവിടുന്ന് പോയി. പിന്നെ ഞാൻ അന്വേഷിച്ച് പോയതുമില്ല, വേറെ ഒന്നുമല്ല, അവൾ റേപ്പ് ചെയ്തപ്പെട്ടല്ല. അങ്ങനെ പെൺകൊച്ചിനാണെങ്കിൽ പിന്നെ പുറത്ത് ജീവിക്കാൻ പറ്റുമോ, ഈ ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് പോകാതിരുന്നതെന്ന് പറയുകയാണ്. അന്നേരമാണ് സ്റ്റാലിൻ ചോദിക്കുന്നത് കേട്ടോ, അല്ല അപ്പം പിന്നെ അവളുടെ എന്തെങ്കിലും തെളിവുകൾ, അവളുടെ ഫോട്ടോയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഫോട്ടോ ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാം സാർ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മുടെ ഈ കല്യാണിയുടെ അച്ഛനാണ് നേരെ വീടിനകത്തോട്ട് കയറിയിട്ടാണ് അവിടെ ഫുള്ള് തിരയുവാണ്. തിരഞ്ഞു കഴിഞ്ഞ് ഒരു ഫോട്ടോ കിട്ടുവാണ്. ആ ഫോട്ടോയായിട്ട് വന്നിട്ടാണ് സ്റ്റാലിൻ്റെ കൈ കൊടുക്കുവാണ്. അത് കാണുമ്പോൾ നമ്മുടെ സ്റ്റാലിനാണ് ആകെ ഷോക്കായി പോകട്ടോ. കാരണമാണെങ്കിൽ ആ ഫോട്ടോയിലുള്ളത് വേറെ ആരുമില്ല, ശ്രദ്ധയാട്ടോ. ആ ഫോട്ടോ എടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഇപ്പോൾ ക്ലൂ ആയിട്ട് ലെറ്ററിൽ അയച്ചു കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ആ പഴയ ക്യാമറ എടുത്ത ഫോട്ടോ, അതുപോലത്തെ ഒരു ഫോട്ടോയാണ്. അതോടെയാണ് സ്റ്റാലിൻ നേരെ ശ്രദ്ധയുടെ ഫ്ലാറ്റിലോട്ട് ചെല്ലുക. അപ്പോൾ ഇതേ സമയം ശ്രദ്ധയ്ക്കാണ് ഒരു മെസ്സേജ് വേണ്ടി ശ്രദ്ധയാണ് എല്ലാം വാരി കെട്ടി അവിടെ സ്ഥലം വിടുവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സെൽവി മാത്രമേ ഉള്ളൂ. സെൽവിനാണെങ്കിൽ സ്റ്റാലിൻ ചോദ്യം ചെയ്യുമ്പോൾ ആണെങ്കിൽ സെൽവിക്കാണ് ഒന്നും അറിയില്ല എന്നിട്ടാണ് പറയുന്നത്. ശ്രദ്ധയുടെ പാസ്റ്റിനെ കുറിച്ചോ ഒന്നും അറിയത്തില്ല. ശ്രദ്ധയാണെങ്കിൽ ഒരു ആ ഓർഫനേജിൽ വളർന്നത്, അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയെന്ന്, അവിടെ പഠിച്ചതെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുകയാണ്. എൻ്റെ സ്റ്റാലിനാണ് ശ്രദ്ധയുടെ മുറി പരിശോധിക്കുമ്പോഴാണെങ്കിൽ അവിടെയാണെങ്കിൽ ഈ ക്രൈം ത്രില്ലറിന് വേണ്ടി കുറേ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെ നിരത്തി വെച്ച കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയാണെങ്കിൽ സ്റ്റാലിൻ്റെ ടീം അൽത്താഫിനെ കണ്ടുപിടിച്ച് അൽത്താഫിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽത്താഫ് ആണെങ്കിൽ ഏതോ പണക്കാരൻ്റെ മോനായതുകൊണ്ട് അവനാണ് ഒടുക്കത്തെ ഹുങ്ക കേട്ടോ. അതിപ്പോൾ നമ്മുടെ സ്റ്റാലിനോട് തർക്കപത്രം പറയുമ്പോൾ സ്റ്റാലിനാണ് വീഡിയോ എടുത്ത് കാണിച്ചു പറയുകയാണ്, നീയൊക്കെ കൂടി കാണിച്ച കോപ്രായി എന്നാൽ നീ കാനഡ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും കേട്ടോ. അത് കാണുന്നോടെ അൽത്താഫ് ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നത് കേട്ടോ, നീയൊക്കെ അന്ന് ആ പെൺകൊച്ചോട് ചെയ്തതിനുണ്ടല്ലോ, നിൻ്റെ ഫ്രണ്ട്സ് 3 പേരുണ്ടല്ലോ, അത് 3 മുകളിലേക്ക് പോയി കഴിഞ്ഞു. ഇനി 4ാമത്തെ ആൾ നീ ചാവാതെ വേണം നോക്കിക്കോളാൻ പറയുകയാണ്. അതിന് പിന്നെ കല്യാണി ആണോടെ പറയുക കേട്ടോ,
അന്നേരമാണ് അൽത്താഫ് ആണെങ്കിൽ ഒന്നും ഒരു കൂസമില്ലാതെ നിൽക്കുവാണ്. അപ്പൻ്റെ കുങ്ക് കേട്ടോ, അപ്പൻ്റെ കുങ്ങ് കൊണ്ട് അവനാണ് ഈസി ആയിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് പറയുന്നുണ്ട് കേട്ടോ, നീ എന്ന് വിചാരിച്ചതിനെ ഒന്നും ചെയ്യാമെന്ന് പോകണില്ല. പിന്നെ കല്യാണി അങ്ങനെ കാര്യം പറഞ്ഞതല്ലേ, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അൽത്താഫ് ആണെങ്കിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അൽത്താഫിനോട് പറയുന്നുണ്ട്, എടാ ഒരു കാര്യം നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കൊരു ഉപദേശം പോലെ, എല്ലാ സാറ്റർഡേ ശനിയാഴ്ച ദിവസം അവളാണ് ആൾക്കാരെ കൊല്ലുന്നത്, അതുകൊണ്ട് ഈ സാറ്റർഡേ നീ മരിക്കാതെ നിന്നാൽ നിനക്ക് നോക്കില്ല എന്ന് പറയുകയാണ്. എന്നിട്ടാണ് ഇവർ അൽത്താഫിനെ ഫോളോ ചെയ്ത് ചെല്ലുവാണ്. അൽത്താഫിനെ ഫോളോ ചെയ്ത് സാറ്റർഡേ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തോ ഒന്ന് മിസ്സായെന്ന് വിചാരിച്ചുകൊണ്ട് ആ വീഡിയോ ഒന്നും കൂടെ പരിശോധിക്കുമ്പോഴാണ് ആ വീഡിയോ 4 പേർ റേപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ പിടിക്കുന്ന വേറൊരാളാണ്. അപ്പോൾ അയാളായിരിക്കും മിക്കവാറും അടുത്ത് തരാമെന്ന് വിചാരിച്ച് നേരെ അൽത്താഫിൻ്റെ അടുത്ത് എന്നിട്ട് അൽത്താഫിനോട് കാര്യം തിരക്കുമ്പോഴാണെങ്കിൽ ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ഉടൻ തന്നെ സ്റ്റൈലിനാണ് തോക്കെടുത്താണെങ്കിൽ അൽത്താഫിന് നേരെ നെറ്റി ചൂണ്ടി ചോദിക്കുമ്പോഴാണ് പറയുന്നുണ്ട് അത് ലിയോണാന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ ലിയോണെ അന്വേഷിച്ചുകൊണ്ടാണെങ്കിൽ ശ്രദ്ധയാണെങ്കിൽ ആ കില്ലറാണെങ്കിൽ അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലിയോണെ ആണെങ്കിൽ അവിടെ വെച്ച് അടിച്ച് കൊന്ന് ദേഷ്യം തീരുന്നവർ അടിച്ചു കൊന്നിട്ട് അവൻ്റെ റെഡ് കാറിൽ കൊണ്ട് ആ ബോഡി ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് സ്റ്റാലിനും ടീമും അവിടെ എത്തുകയാണ്. അവിടെ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റെഡ് കാറ് കാണുമ്പോൾ തന്നെയാണെങ്കിൽ മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഈ ബോഡി കിടന്നിടത്തുനിന്നാണെങ്കിൽ ഒരു കീ കിട്ടുന്നുണ്ട്, അതിനകത്ത് ഹിൽ വാലി എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവർ പഠിച്ച സ്കൂളിൻ്റെ പേര് ഹിൽ വാലി എന്നാണ്. അപ്പോൾ സ്റ്റാലിൻ വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു മരണത്തിലേക്കുള്ള അടുത്ത ഒരാളെ കൊല്ലാനുള്ള ഒരു ക്ലൂ ആയിരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റാലിനാണെങ്കിൽ അവിടുത്തെ CCTVയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം ഏകദേശം സ്റ്റാലിന് വീണ്ടും മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ചില സംശയങ്ങൾ സ്റ്റാലിനുണ്ട്. അടിച്ചടിച്ച് കൊല്ലുന്ന ഫുൾ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയം ശ്രദ്ധയാണെങ്കിൽ വീണ്ടും ഒരു ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെയാണ് നമ്മുടെ സ്റ്റാലിനും ടീമുമാണ് വീണ്ടും അന്വേഷിച്ചാണ് ചിന്നക്കനാലുള്ള സ്കൂളിൽ ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ കീ ആണെങ്കിൽ അവിടുത്തെ ആണോ പ്രിൻസിപ്പലിനോട് തിരക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രിൻസിപ്പളാണെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആളാണെങ്കിൽ കട്ടായം പറയുന്നുണ്ട്, ഞാൻ 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു സാറേ, ഈ ഒരു കീ അത് ഇവിടുത്തെ അല്ലാന്ന് ഉറപ്പിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടെ സ്റ്റാലിനും ടീമും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിനും ടീമും തിരിച്ചു വന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ വീണ്ടും ഒരു ലെറ്റർ ഒന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, സാർ ഇതാണെങ്കിൽ ലിയോൻ്റെ വീട്ടിൽ കിട്ടുകയെന്ന് പറയുകയാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽത്താഫ് നിന്നെ ഞാൻ കൊല്ലുന്നതിന് ലിയോണെ ഞാൻ തീർത്തേക്കുന്നതായിട്ട് എഴുതിയേക്കുന്നത്. അതോടെയാണെങ്കിൽ ഇനി അടുത്തയാരും അൽത്താഫിനെ ഇങ്ങനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണെങ്കിൽ സ്റ്റാലിനും ടീം ഫുൾ അൽത്താഫിൻ്റെ പുറകെ തന്നെയാണ്. ഇത് മനസ്സിലാക്കി അൽത്താഫാണ് ജിമ്മി വെച്ചാണെങ്കിൽ അവരെ പറ്റിച്ച് എസ്കേപ്പായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവൻ നേരെ പോയി ചാടുന്ന ശ്രദ്ധയുടെ മുമ്പിലാട്ടോ. ശ്രദ്ധയാണെങ്കിൽ അവനാണ് കുത്തിക്കൊല്ലാനായിട്ട് ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. സമയത്താണെങ്കിൽ പെട്ടെന്നാണ് സ്റ്റാലിൻ വന്നിട്ടാണ് ശ്രദ്ധേനെ കൈയോടെ അവിടെ നിന്ന് പിടിച്ച് നേരെ കൊണ്ടുപോവുകയാണെങ്കിൽ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 4 പേരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ കൊന്നത് നീയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധ പറയുന്നുണ്ട് അതെ ഞാൻ തന്നെ ഇവരെ കൊന്നേന്നൊക്കെ പറയുന്നുണ്ട്. നേരമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ ആ ഫോട്ടോസൊക്കെ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചത് നീയാണെന്ന് ചോദിക്കുകയാണ്. അതെ അത് ഞാൻ തന്നെ എടുത്ത് അയച്ചതെന്ന് പറയുകയാണ്. എന്നിട്ട് ആ ക്യാമറ എന്തെന്ന് ചോദിക്കുക, അതെൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാമറയാണ്, അതിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ഈ കല്യാണിയുടെ ഒരു ഫോട്ടോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് കല്യാണിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നല്ലോ, ആ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. ഈ ഫോട്ടോയും ഒന്ന് തന്നെയല്ലേ, ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് ആരെടുത്ത് തന്നെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ടേ അതെൻ്റെ ഫ്രണ്ട് എടുത്ത് തന്ന, ആ ഹിൽ വാലി സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് എടുത്ത് തന്നാന്ന് പറയുകയാണ്. ഫ്രണ്ടിന് പേരില്ലെന്ന് ചോദിക്കുക, അതൊന്നുമില്ല, അത് ആരാ എന്താണെന്നും എനിക്കറിയില്ല, ഞാൻ അന്ന് ആ പയ്യനെ ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ചാൽ അവനോട് ഈ ഫോട്ടോ എടുത്തു തരാമെന്ന് ചോദിച്ചു, അവൻ എടുത്തു തന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ ടീം മെമ്പേഴ്സ് വന്നിട്ടാണ് പറയുന്നത്, സാർ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ്. എന്താണെന്ന് ചോദിക്കുക. അത് പിന്നെ ആ ജോണിൻ്റെ മർഡർ കേസിന് വന്നപ്പോൾ നമുക്കൊരു കത്തി കിട്ടില്ലായിരുന്നു മർഡർ സ്പോട്ടിൽ നിന്ന്, അവിടെ നിന്ന് കിട്ടിയ ആ കത്തിയിലെ ഫിംഗർ പ്രിൻറ്റും ഇപ്പോൾ ഈ കല്യാണിയുടെ ഫിംഗർ പ്രിൻറ്റും തമ്മിൽ മാച്ച് ആവുന്നില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്നതോടെയാണെങ്കിൽ ഇവരൊക്കെ ഷോക്കായി പോവുക. അപ്പോൾ ഇവർക്ക് കാര്യം ഉറപ്പാവുക കേട്ടോ, ഇതിന് പിന്നിൽ വേറൊരാളും കൂടി ഉണ്ട്, കല്യാണിയല്ല ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തേക്കുന്ന വേറൊരാളുടെ കാര്യം ഉറപ്പാവുക. കല്യാണിക്ക് അറിയാവുന്ന ആളാണ്, കല്യാണി എന്തൊക്കെയായാലും ആളെ പുറത്ത് കാണിക്കില്ല, ചൂണ്ടിക്കാണിക്കില്ല എന്ന് മനസ്സിലാക്കുന്നുള്ള സ്റ്റാലിൻ നേരെ പോയി സെൽവിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അതോടെ സെൽവി ആണെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ശ്രദ്ധയുടെ ശരിക്കുള്ള പേര് കല്യാണിയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യവും എനിക്കറിയാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയാണ് പറയുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് അവൾക്കൊരു പോസ്റ്റ് വന്നു, അതിനകത്താണെങ്കിൽ അവളെ ക്രൂരമായിട്ട് ഈ ഒരു റേപ്പ് ചെയ്ത് എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്ന് അതിനകത്ത് എനിക്ക് എന്തെങ്കിലും സഹായം വന്നു കഴിഞ്ഞാൽ നീ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുകയാണ്. അതോടെയാണെങ്കിൽ സ്റ്റാലിന് അവിടെ വെച്ച് വഴിമുട്ടുകട്ടെ. എന്തൊക്കെയായാലും ആളാരാന്നുള്ള കാര്യം ശ്രദ്ധയ്ക്ക് അറിയാം, കല്യാണിക്ക് അറിയാം, പക്ഷേ കല്യാണി അത് വെളിപ്പെടുത്തലുള്ള കാര്യം ഉറപ്പാവുകയാണ്. പിന്നീട് ആ ഫോട്ടോ ഒന്നും കൂടെ പരിശോധിക്കുമ്പോഴാണെങ്കിൽ അതിനകത്താണെങ്കിൽ ആ ഫോട്ടോ എടുത്ത ആളുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. കൂടുതൽ പരിശോധിക്കുമ്പോൾ അത് ജോർജാന്ന് മനസ്സിലാവുകയാണ്. ജോർജിന് നേരെയാണ് നമ്മുടെ സ്റ്റാലിൻ്റെ ബ്രദറാട്ടോ. സ്റ്റാലിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ജോർജിനെ ചെന്നിട്ടാണെങ്കിൽ ഇവർ ചോദ്യം ചെയ്യുകയാണ്, കല്യാണിയുടെ ഫോട്ടോ കാണിച്ച് നിനക്ക് ഈ പെങ്കൊച്ചിനെ അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ജോർജ് പറയുന്നുണ്ട് എനിക്കറിയാം, ഞാനായി ഫോട്ടോ എടുത്തു കൊടുത്ത് ഞാൻ ഹിൽ വാലി സ്കൂളിലാണ് പഠിച്ചത്, അപ്പോൾ ശനിയാഴ്ച ദിവസം ഞങ്ങൾക്ക്
ഔട്ടിങ്ങാണ്, പുറത്ത് പോകാനൊക്കെ പറ്റും. അന്നങ്ങനെ പുറത്ത് പോയി ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കല്യാണിയാണ് അങ്ങോട്ട് വന്നത്. കല്യാണി എന്നോട് ഫോട്ടോ എടുത്തരാമെന്ന് ചോദിച്ചു. ഞാനാണ് അവൾക്കൊരു ഫോട്ടോ എടുത്തു കൊടുത്തു എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ജോർജിൻ്റെ നമുക്ക് സ്റ്റാലിനാണെങ്കിൽ ആ മരിച്ച കിരണിൻ്റെ അതുപോലെ തന്നെ ജോണിൻ്റെ ദീപകിൻ്റെ എല്ലാവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട്, അൽത്താഫിൻ്റെ എല്ലാവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവർ അറിയാവുന്ന ചോദിക്കുകയാണ്. എനിക്കറിയാം, പക്ഷേ ഞാനിവിടെ ഫ്രണ്ട്സൊന്നും അല്ല, ഇവരവിടെ സ്കൂളിൽ പഠിച്ചതാണെന്ന് പറയുകയാണ്. ഫോട്ടോസ് എല്ലാം കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എടുത്ത് നീയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ലെറ്റർ വന്നാലും ആ ലെറ്റർ വന്ന ഫോട്ടോസ് എല്ലാം കാണിച്ചു പറയുമ്പോൾ ഞാനത് എടുത്തതെന്ന് പറയുകയാണ്. അത് വാർഡൻ പറഞ്ഞിട്ടാണ് എടുത്തത്. അത് നിർമ്മൽ എന്ന് പറഞ്ഞ ഈ പയ്യൻ്റെ മുറിയിൽ ഭിത്തിയിൽ എഴുതിയിട്ട വാചകങ്ങൾ അതെന്നോട് വാർഡൻ എടുക്കാൻ പറഞ്ഞു. ഞാനത് വാർഡൻ എടുത്തു കൊടുത്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ നിർമ്മൽ ആരാന്ന് ചോദിക്കുക. നിർമ്മൽ കല്യാണിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. നിർമ്മലിന് ആകെ ഒരു കോൺടാക്റ്റ് സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു, അത് കല്യാണിയായിട്ട് മാത്രമായിരുന്നു എന്ന് പറയുകയാണ്. പിന്നെ നിർമ്മലാണെങ്കിൽ എല്ലാവരും ടോർച്ചർ ചെയ്തു, മെയിനായിട്ട് അവനെ ടോർച്ചർ ചെയ്ത് റാഗിങ് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോണും ടീമുമായിരുന്നു. ജോണും ഗാങ്ങും ആണെങ്കിൽ അവനെ ഉപദ്രവിക്കാവുന്നതിന് പരമാവധി ഉപദ്രവിക്കുക. നിർമ്മൽ ഒരു പാവമായിരുന്നു. അവൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അവൻ്റെ അമ്മയൊക്കെയാണ് വേറെ നാട്ടിൽ വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആരും ആണെങ്കിൽ അവനെ സഹായിക്കാൻ പോലും നോക്കുപോയില്ല. വാർഡനൊക്കെ ഇത് കണ്ടാൽ പോലും ഒന്നും കണ്ടില്ലാത്ത ഇത് നോക്കി നിൽക്കുമായിരുന്നു. അവരാണെങ്കിൽ പരമാവധി ആണെങ്കിൽ നിർമ്മലിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നിർമ്മലാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവൻ്റെ അമ്മേനെ വിളിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ പറയുന്ന ഒന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം നിർമ്മലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ ജോർജിനോട് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോർജ് ആണെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റാലിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ നിർമ്മലിനെ ബുദ്ധിമുട്ടിച്ച് ഓരോ നിമിഷത്തെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടാണെങ്കിൽ സ്റ്റാലിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ജോർജ് ആണെങ്കിൽ ഒരു കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഈ നിർമ്മലിന് പറഞ്ഞു കഴിഞ്ഞാൽ ആളാണെങ്കിൽ ഒരാണിനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു പെൺകൊച്ചിൻ്റെ മനസ്സാം കാര്യങ്ങളൊക്കെയാണെന്ന് പറയുകയാണ്. അതോടെ സ്റ്റാലിന് ഉറപ്പിക്കുകയുണ്ട് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്ത് കല്യാണിക്ക് വേണ്ടി നിർമ്മലാണുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ ഈ അൽത്താഫ് ആണെങ്കിൽ ഈ സ്റ്റാലിൻ്റെ ടീമിനെ കണ്ണു വെട്ടിച്ചാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഹിൽവാലി ഹോട്ടലിലോട്ട് ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്ന് റൂം എടുത്ത് പെങ്കൊച്ചുമായിട്ട് ഒന്ന് റൊമാൻറ്റിക് ആവാനൊക്കെ നോക്കിയ സമയത്താണെങ്കിൽ ആ കില്ലറാണെങ്കിൽ അവിടെ വന്നിട്ട് അവൻ്റെ കഴുത്തറുത്താണെങ്കിൽ ആ പെങ്കൊച്ചിന് മുമ്പിലിട്ട് കൊല്ലുവാണ്. എന്നിട്ടാണെങ്കിൽ വീണ്ടും അവിടെ ഈ ക്ലൂ ഇട്ടിട്ട് പോകണം കേട്ടോ. അതറിഞ്ഞുകൊണ്ട് സ്റ്റാലിനും ടീമും അവിടെ ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിനോടും ടീമും പറഞ്ഞ് ഇതും കൊണ്ട് കഴിഞ്ഞു കാണും എന്നാൽ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരമാണ് സ്റ്റാലിൻ പറഞ്ഞത് കേട്ടോ, ഇതും കൊണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, അവിടെ നിന്ന് വീണ്ടും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, 12:30 നിന്ന് പോയൊരു വാച്ച്, ഇതാണ് അടുത്ത ക്ലൂ. ഈ ഒരു കൊലപാതകം കൊണ്ട് എന്തൊക്കെയായാലും തീരാൻ പോണില്ല, ഇത് ഇനിയും വീണ്ടും നീണ്ടു പോയിക്കൊണ്ടേ ഇരിക്കുള്ളൂ എന്ന് പറയുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ദേഷ്യപ്പെട്ടുകൊണ്ട് കല്യാണം ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ കൊലപാതകമൊക്കെ ചെയ്ത് നിനക്ക് വേണ്ടി നിർമ്മലല്ലേ, അവൻ എവിടെ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ കല്യാണി ആണെങ്കിൽ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിർമ്മലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിലാണെങ്കിൽ ഞാൻ വല്ലപ്പോഴും പോയി ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ഇല്ലാത്ത സമയത്ത്. അപ്പോൾ അവിടെ വെച്ച് നിർമ്മലിനെ ആദ്യമായിട്ട് ഞാൻ കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആവുകയൊക്കെ ചെയ്തു. അതിന് ഒരു ദിവസം ഞങ്ങൾ നടന്നു പോകണ ഇടയ്ക്കാണെങ്കിൽ ഈ ജോണും ഗ്യാങ്ങും ആണെങ്കിൽ നിർമ്മലിനെ തടഞ്ഞു. അപ്പോൾ അത് ഞാൻ ചോദ്യം ചെയ്ത് അവൻ്റെ ജോണിൻ്റെ കാരണക്കുറ്റിയൊക്കെ ഒറ്റ അടി വെച്ച് തള്ളി മാറ്റിയിട്ട് ഞാനാണെങ്കിൽ നിർമ്മലിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. നിർമ്മലാണ് ആകെ പേടിയായിരുന്നു അവർ, കാരണം അത്രമാത്രം നിർമ്മലിനെ അവരാണ് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിർമ്മൽ എന്നോട് പറയുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴയുള്ള ദിവസമാണെങ്കിൽ അച്ഛനാണ് ടൗണിൽ പോയേക്കുമായിരുന്നു, ഞാൻ മാത്രമേ കടയിലുണ്ടായിരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഈ ജോണും ടീംസും ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്നാണെങ്കിലും പുറത്തുനിന്ന് പോയി ചാക്കെടുത്ത് എൻ്റെ തല മൂടി, എനിക്കൊന്നും കാണാൻ പറ്റില്ല, എന്നെ അകത്തോട്ട് കൊണ്ടുപോയി എന്നെ ക്രൂരമായിട്ട് അവരാണ് റേപ്പ് ചെയ്യുകയും ചെയ്ത് എൻ്റെ കൈയും കാലും എല്ലാം അവർ ചവിട്ടി ഒടിച്ച് എങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കാവോ അങ്ങനെയൊക്കെ അവർ ഉപദ്രവിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോണ സമയത്താണ് നിർമ്മല അങ്ങോട്ട് വരുന്നത്. നിർമ്മല ഇത് കണ്ട് ആകെ ഷോക്കായിട്ട് ഓടി അകത്ത് വന്ന് നോക്കിയപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവനത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. കാരണം എനിക്കൊന്ന് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥ, ഞാൻ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുക ചെയ്ത്. അതിനുശേഷം ഇന്നേ വരെ ഞാൻ അവനെ കണ്ടിട്ടില്ല, അവൻ എവിടെയാണെന്നോ എവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ കമ്മീഷണറാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ടാണെങ്കിൽ ചൂടാവുന്നുണ്ടോ സ്റ്റാലിനോട്, ഇത്രയും കാലമായിട്ട് ഒരാളെ ഇപ്പോൾ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ, ഇനി എന്തിനാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇവളെ കൊണ്ട് കോടതി ഹാജരാക്കുന്നൊക്കെ പറയുകയാണ്. അന്നേരമാണ് സ്റ്റാലിൻ പറയുന്നത് കേട്ടോ, ഇതും കൊണ്ട് ഈ ഒരു സീരീസ് ഓഫ് മർഡർ കഴിയാൻ പോകണില്ല, ഇതിന് തുടർച്ച എന്തൊക്കെയായാലും ഉണ്ടാവും, ഒരെണ്ണം കൂടെ ബാലൻസ് ഉണ്ടാവും. കാരണം അവസാനം മരിച്ച അൽത്താഫിൻ്റെ ക്രൈം സ്പോട്ടിന് ഞങ്ങൾക്കാണ് ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്, 12:30 സമയം നിന്ന് പോയൊരു വാച്ച്. അതിൽ സൂചന അടുത്തൊരു മർഡറിലേക്കുള്ള സൂചന. അതുമാത്രമല്ല ഒരു ലെറ്ററും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ ലെറ്ററിനകത്ത് എഴുതിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫോട്ടോയ്ക്കകത്ത് എഴുതിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കാരണമായിട്ട് എല്ലാം കണ്ടുകൊണ്ട് നോക്കി നിന്ന് ഒരാളുണ്ട്, അയാളെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയേക്കുന്നത്. ആളുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പേരിൻ്റെ മുകളിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കുത്തി വരച്ചിട്ടേക്കുക. അതുകൊണ്ട് നമുക്കിത് ആരെ എന്താ ഒന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത്
ഇതാണെങ്കിൽ ആ സ്കൂളിലെ പ്രിൻസിപ്പളാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് ആളെ ഇന്ന് ചോദ്യം ചെയ്യാല്ല, ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാലിനും ടീം വീണ്ടും ചിന്നക്കരായുള്ള സ്കൂളിൽ ചെന്നിട്ടാണ് പ്രിൻസിപ്പളിനെ നല്ല രീതിയിൽ എടുത്തിട്ടൊന്ന് ചോദ്യം ചെയ്യുകയാണ്. അതോടെ പ്രിൻസിപ്പളാണ് നടന്ന കാര്യങ്ങൾ എല്ലാം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിർമ്മലാണെങ്കിൽ ഈ കല്യാണിയെ റേപ്പ് ചെയ്ത കാര്യം അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ പോയി അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പളിനെ വിളിച്ചിട്ടാണെങ്കിൽ ഈ കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടെ പ്രിൻസിപ്പളാണെങ്കിൽ ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും, തങ്ങൾക്ക് പൈസ പോരെ, ആ പൈസയാണെങ്കിൽ ഞാനാണെങ്കിൽ അവരുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഈ കേസാണെങ്കിൽ ഒതുക്കി തീർക്കാനൊക്കെ നോക്കുകയാണ്. അതുമാത്രമല്ല, ഇങ്ങനൊരു പരാതിയാണെങ്കിൽ കൊടുത്ത നിർമ്മലാണുള്ള കാര്യമാണെങ്കിൽ ഇവരോടൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പം നിർമ്മലിനെ കൊന്നുകളയാൻ ആദ്യം ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അവരുടെ പേരൻസ് എല്ലാം കൂടി. അത് വേണ്ട, ഒരു മാനസിക രോഗിയായിട്ട് മാറ്റുക നല്ലത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവളുടെ വാക്കിന് ഒരു വില ഉണ്ടാവില്ല, കൊന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം വഷളാവുള്ളൂ. എനിക്ക് കിട്ടാനുള്ള പൈസ അത് നിങ്ങൾ ശരിയാക്കി തരുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ജോണിൻ്റെ എല്ലാവരുടെയും പേരൻസ് എല്ലാവരുടെ കൂടിയാണെങ്കിൽ ആ ഇൻസ്പെക്ടർക്കാണ് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത കാര്യമൊക്കെ ആണെങ്കിൽ സ്റ്റാലിനോട് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട് കേട്ടോ, ഈ കൊലപാതക സീരിയസ് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല, അവസാനത്തെ ആൾ നിങ്ങളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് നേരെ പോയി കാണുക പറഞ്ഞ് അന്നത്തെ ആ പൈസ മേടിച്ച ആ സെൽവകുമാർ SIനെ പോയി കാണുക. SI അല്ല, ഇന്നിപ്പോൾ CI വലിയ പോസ്റ്റൊക്കെ ആട്ടോ. അപ്പോൾ പോയി കണ്ടിട്ടാണെങ്കിൽ കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ നിർമ്മലിൻ്റെ കാര്യം പറയുമ്പോൾ നിർമ്മൽ ഇപ്പോൾ ജീവിച്ചിരിപ്പൊന്നുമില്ല. അന്ന് അവൻ അതേ ആ കാണുന്ന ക്ലോക്ക് ടവർ ഇല്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതോടെ നമ്മുടെ സ്റ്റാലിനാണ് ആകെ ഷോക്കായി പോവുക. അപ്പോൾ ഇതേ സമയം സ്റ്റാലിനൊരു ഫോൺ കോൾ വരുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അൽത്താഫിൻ്റെ ഗേൾഫ്രണ്ടാണ് ബോധം തെളിഞ്ഞ് കഴിയുമ്പോൾ ആണെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ നിർമ്മലിൻ്റെ അമ്മ വിമലയുടെ ചിത്രമായിട്ട് വരച്ചേക്കുന്നത്. വിമലയാണ് ഈ എല്ലാവരെയും കൊന്നതെന്നുള്ള കാര്യമാണെങ്കിൽ സ്റ്റാലിന് ബോധ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാലിനാണെങ്കിൽ വിമലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങണം. അപ്പോൾ വിമലയാണ് ഈ സമയത്ത് അടുത്ത് ഇരയെ നോക്കി ഇറങ്ങുകയാണ്. അപ്പോൾ വിമലയുടെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ വിമലയാണെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ വിമലയ്ക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ അവസ്ഥയാവുകയാണ്. അപ്പോൾ കടക്കാരാണ് വീട്ടിൽ വന്നിട്ടാണെങ്കിൽ വിമലയോട് മോശമായിട്ട് പെരുമാറും, നീ ഒന്ന് കിടന്ന് തന്നാൽ മതി, ഈ കടങ്ങളൊക്കെ ഞങ്ങൾ ഈ തള്ളിയേക്കാന്നൊക്കെ പറയുകയാണ്. ഇതാണ് നിർമ്മൽ കാണുക കേട്ടോ. നിർമ്മൽ കാണുന്നോടെയാണെങ്കിൽ അമ്മ മോശക്കാരി എന്ന് വിചാരിച്ചുകൊണ്ട് നിർമ്മലാണ് പെട്ടെന്ന് വാതിലടയ്ക്കുകയാണ്. അപ്പോൾ വിമലയാണ് കാര്യങ്ങൾ പറഞ്ഞ് നിർമ്മലിനെ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ നിർമ്മൽ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നിർമ്മലിനെ കൊണ്ടുപോയാണ് വിമലയാണെങ്കിൽ മനസ്സോടെയാണ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കുകയൊക്കെ ചെയ്യുന്നത്. കടങ്ങളൊക്കെ വീട്ടിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിമല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നിർമ്മലാണെങ്കിൽ അമ്മേനെ ഫോൺ വിളിക്കുമ്പോഴാണ് വിമലയാണ് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നിർമ്മലിനാണ് ആകെ സങ്കടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിമലയ്ക്കാണ് നിവൃത്തിയില്ലാതെ ആ വീട് വിട്ടാണ് ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ട അവസ്ഥ വരുവാണ്. അപ്പോൾ നിർമ്മലിനെ പോയി കാണുമ്പോൾ നിർമ്മൽ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല, എന്നെ ഭയങ്കരമായിട്ട് ഇവിടെ റാഗിങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ പരമാവധിയാണ് വിമലയാണെങ്കിൽ നിർമ്മലിനെ സമാധാനിപ്പിച്ചാണ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രിൻസിപ്പളാണെങ്കിൽ നമ്മുടെ വിമലയെ വരുത്തിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ മകന് മാനസികാരോഗ്യം ഉണ്ടെന്ന്, മാനസികാരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നീ പഠിപ്പിക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ല, ഈ പിള്ളേരെയൊക്കെ അവൻ കൊല്ലാൻ നോക്കി, അതുമാത്രമല്ല ഇവനാണ് ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റൂമിൽ ഫുള്ള് ഭിത്തിയെ കൂടെ എഴുതി വെച്ചേക്കുക. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണ്. ഇവൻ്റെ കൈ നോക്കുക, ഇവൻ്റെ കൈ സ്വയം മുറിവുണ്ടാക്കിയിട്ട് അതൊക്കെ ചെയ്ത് ഇവരന്ന് വഴുത്തി തീർക്കും. അതുകൊണ്ട് ഇവനെ പഠിപ്പിക്കാൻ പറ്റില്ല, ഇവനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറയുകയാണ്. വിമലയാണ് നിവൃത്തിയില്ലാതെ ആണെങ്കിൽ നിർമ്മലിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം നിർമ്മലോട് വിമലയാണ് ഞാൻ ദേഷ്യം കാണിക്കുമ്പോഴാണെങ്കിൽ നിർമ്മലാണ് സംഭവിച്ച കാര്യം കല്യാണിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടാണെങ്കിൽ വിമലയോട് പറയുന്നുണ്ടെങ്കിൽ വിമലയാണെങ്കിൽ ഈ നിർമ്മലിനെ പാട്ടി ഓടിക്കുകയാണ്. അതോടെ നിർമ്മല വീട് വിട്ട് ഇറങ്ങി ഓടുകയാണ്. പുറകെ വിമല ഓടി ചെല്ലുമ്പോഴത്തേക്ക് നിർമ്മലാണെങ്കിൽ അവിടുത്തെ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിട്ടാണ് താഴത്തോട് ചാടി ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിമല കണ്ട് പൊട്ടിക്കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുകയാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ വിമലയുടെ വീടിലെ വാടകയ്ക്ക് താമസിച്ച വീട് അന്വേഷിച്ച് വരുവാണ്. എന്നിട്ടാണെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് ഓരോ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അതോടെയാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. വിമല ഇനി അടുത്ത ആളെ ആരെ കൊല്ലാൻ പോകണേ, നിർമ്മല ആരെ കൊല്ലാനാണ് ആഗ്രഹിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഈ സ്റ്റാലിനെ കോൾ വരികയോ ചെയ്യുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ ആ കോൾ വരുമ്പോൾ ഓടി ചെല്ലുന്നത് വാച്ച് ടവറിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമലയാണെങ്കിൽ ആ വാർഡനെ ആണെങ്കിൽ കത്തിമൂലം നിർത്തിയേക്കുകയാണ്. അപ്പോൾ സ്റ്റാലിനാണ് തോക്കെടുത്താണ് വിമലയോട് വിടാൻ പറയില്ല, ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്നതോടെ വിമലയാണെങ്കിൽ ആ കയ്യിലേക്ക് കത്തി എടുത്തിട്ടാണെങ്കിൽ ഈ വാർഡൻ്റെ ഷോൾഡറിനിട്ട് കുത്തുക കേട്ടോ. അതോടെയാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ ആണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ വിമലയെ ഷൂട്ട് ചെയ്യുകയാണ്. ആ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ വിമലയാണെങ്കിൽ ബാലൻസ് കയറ്റി ആ താഴെ നേരെ വാച്ച് ടവറിൻ്റെ താഴത്തേക്ക് വരും. അന്നേരത്തേനുമാണെങ്കിൽ ടിംബേഴ്സൊക്കെ ഓടി അവിടെ എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വാർഡനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വാർഡൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലീസ് ചെല്ലുമ്പോഴാണെങ്കിൽ വാർഡൻ പറയുന്നുണ്ട് കേട്ടോ, ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ ഒന്നും ചെയ്തില്ല, അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുകയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ ഭാര്യനെ കൊണ്ട് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്നപ്പോഴാണ് അവിടെ വെച്ച് ഞാൻ വിമലയെ കാണുന്നത്.
വന്നേ. അപ്പോൾ വിമലയോട് ഞാൻ ചെന്നിട്ടാണെങ്കിൽ എനിക്ക് മാപ്പ് പറയേണ്ടി വന്നു, അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയേണ്ടി വന്നു. അന്നാണെങ്കിൽ അവൻ്റെ മകൻ നിർമ്മലിനാണെങ്കിൽ ആ ഹോസ്റ്റലിൽ ചില്ലറ ടോർച്ചറൊന്നും അല്ല അനുഭവിക്കേണ്ടി വന്നത്. അവരെല്ലാം അവിടെ കൂടിയാണെങ്കിൽ അവനെ ഒരുപാടാണ് ടോർച്ചർ ചെയ്തു. എനിക്കെല്ലാം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ, ഒന്നും സഹായിക്കാനോ രക്ഷിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. ആ അവസ്ഥയിലായിപ്പോയി. ഞാൻ ഒരു ദയനീയ അവസ്ഥയെ നോക്കി നിൽക്കേണ്ടി വന്നു. അവൻ്റെ മേത്തെ മുറിവുകളൊന്നും അവൻ സ്വയം ഉണ്ടാക്കിയതല്ല, അതെല്ലാം അവരുണ്ടാക്കിയതാണ്. അവൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു സ്റ്റമ്പുണ്ടല്ലോ, അതുവരെ കുത്തിക്കയറ്റി വരെ ചെയ്തു. എല്ലാം കണ്ട് നോക്കി നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ, ഒന്നും എനിക്ക് ആരോട് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെയാണെങ്കിൽ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് കേട്ടോ. വാർഡനാണെങ്കിൽ ശരിക്കും പറഞ്ഞ അന്നേ ദിവസമാണെങ്കിൽ വിമല എന്നോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാലിൻ സാർ പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്തെന്ന് പറയുകയാണ്. പിന്നെ നമ്മൾ ആദ്യം കണ്ടില്ല, അത് കമ്മീഷന് മുമ്പിൽ സ്റ്റാലിനും കമ്മീഷനും പോയിരിക്കുന്നത്, മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ആ കാര്യങ്ങളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളാണ് വിമലയെ കൊന്നതിൻ്റെ കുറ്റത്തിനാണ്, വിമലയെ എൻകൗണ്ടർ ചെയ്തല്ലോ, ആ ഒരു കുറ്റത്തിനാണ് സ്റ്റാലിനെ ആണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ കമ്മീഷനാണ് സ്റ്റാലിനോട് ചോദിക്കുന്നത് കേട്ടോ, സത്യം പറ അന്ന് എന്താ സംഭവിച്ച്, അവസാനമായിട്ട് നമ്മൾ കൊല്ലാൻ ആഗ്രഹിച്ച് അത് ആരെയാണെന്ന് ചോദിക്കുകയാണ്. അത് എന്നിലൂടെ മരിച്ചു പോയിക്കോട്ടെ, ആ സത്യം വേറെ ആരും അറിയണ്ടാകാൻ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാലിനാണ് അങ്ങോട്ട് പോവുകയാണ്. കാരണം വിമല അവസാനമായിട്ട് തൻ്റെ മകൻ ആരെ കൊല്ലാൻ ആഗ്രഹിച്ച കാര്യം വിമലയ്ക്ക് നല്ലോണം അറിയായിരുന്നു കേട്ടോ. അതുപോലെ സ്റ്റാലിനും അത് മനസ്സിലായിട്ടുണ്ട്. സ്റ്റാലിനാണെങ്കിൽ എന്ന് വിമലയുടെ വീട്ടിൽ പോയി വിമലയുടെ ആൽബം എടുത്ത് നോക്കിയോ അന്ന് മനസ്സിലായിട്ടോ. കാരണം ആ ആൽബത്തിലാണെങ്കിൽ വിമലയുടെ സകല ഫോട്ടോസും നിർമ്മൽ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ ഹേറ്റ് മമ്മി എന്ന് പറഞ്ഞ് പ്രത്യേക എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് വിമലയ്ക്കും അറിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വിമലയാണെങ്കിൽ സ്റ്റാലിനെ ടീംസിനെ ആണെങ്കിൽ ആ ഒരു ക്ലോക്ക് ടവറിലേക്ക് വരുത്തിച്ചത് കേട്ടോ. അവിടെ വെച്ച് താൻ മരിക്കണം എന്നുള്ളത് തൻ്റെ മകൻ്റെ ആഗ്രഹമെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിമലയാണെങ്കിൽ പ്രൊവോക്ക് ചെയ്ത് സ്റ്റാലിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചിട്ടും വിമലയാണെങ്കിൽ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നില്ല. താഴേക്ക് വിമല ചാടുവാട്ട ചെയ്ത് തൻ്റെ മകൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി അമ്മ ത്യാഗം ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് താഴെ ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.